പരസ്യങ്ങൾ വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ എക്കോണമിക്ക് വേണ്ടി ചെയ്യുന്നത്. അത് എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പരസ്യം ആവശ്യമില്ല. പ്രസിദ്ധ ധനശാസ്ത്രജ്ഞനായ ജോൺ കെന്നത്ത് ഗൽബ്രൈത്ത് പോലും ഈ പരസ്യം ഒരു അനാവശ്യമാണെന്നും അത് ഒരു ഉൽപ്പാദനത്തിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നു എന്നും വിശ്വസിച്ചിരുന്നു. ഇനിയും രണ്ട് വിഭാഗങ്ങളുണ്ട്, മാർക്കറ്റ് വിഭാഗങ്ങളുണ്ട്. അവിടെ പരസ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. നമ്മൾ നിത്യജീവിതത്തിൽ പരസ്യങ്ങളെ ഒഴിവാക്കാൻ സാധിക്കില്ല. ഒരു യൂട്യൂബ് ചാനൽ എടുത്താൽ അതിൽ പരസ്യങ്ങൾ. ഇനിയും വീട് വിട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ഹോർഡിങ്ങുകൾ നമ്മളെ തുറച്ചു നോക്കും. അതുപോലെ റേഡിയോ, TV, പിന്നെ പത്രങ്ങൾ, മാസിക, ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും നമുക്ക് പരസ്യങ്ങളെ കാണേണ്ടി വരുന്നു. ഈ പരസ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് പലരും പറയുന്നത് കേൾക്കാം. എന്നാൽ ധനശാസ്ത്രം പരസ്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഈ പരസ്യങ്ങൾ കൊണ്ട് ഉപഭോക്താക്കൾക്കോ ഉൽപ്പാദകർക്കോ അല്ലെങ്കിൽ സമ്പദ്ഘടനയ്ക്കോ എന്താണ് നേട്ടം ഉണ്ടാവുന്നത്? പരസ്യങ്ങൾ വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ എക്കോണമിക്ക് വേണ്ടി ചെയ്യുന്നത്. അത് എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പരസ്യം ആവശ്യമില്ല. ഏതൊക്കെ മേഖലയിലാണ് പരസ്യങ്ങൾ ആവശ്യമായി വരുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളുടെ കാര്യമെടുക്കാം. അവിടെ നിരവധി ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ് അവിടെ വിൽക്കപ്പെടുന്നത്. ഇവ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും അവയെല്ലാം ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഓരോ കമ്പനിക്കും അവരുടെ കമ്പനിയുടെ പ്രത്യേകതകൾ, അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ആ ബ്രാൻഡിങ്, ഇതിനൊക്കെയായിട്ട് പരസ്യങ്ങൾ ചെയ്യേണ്ടി വരും. ഏറ്റവും അധികം ഒരുപക്ഷെ പരസ്യങ്ങൾ നമ്മൾ കാണുന്നത് കൺസ്യൂമർ ഗുഡ്സിൻ്റെയാണ്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതായത് ഈ മൊണോപ്പൊളിയുടെയും കോമ്പറ്റീഷൻ്റെയും സവിശേഷതകളുള്ള ഈ കൺസ്യൂമർ ഗുഡ്സ് വിപണിയിൽ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പരസ്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല. ഈ പരസ്യത്തിലൂടെയാണ് ഓരോ കമ്പനിയും അവരുടെ മാർക്കറ്റ് വികസിപ്പിക്കുന്നതും. ഈ മാർക്കറ്റ് വികസിക്കുന്നതോടെ ഇവർക്ക് ഉൽപ്പന്നങ്ങൾ കുറച്ചുകൂടെ വില കുറച്ച് വിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇനി രണ്ടാമത് കൂടുതലായിട്ട് നമ്മൾ പരസ്യങ്ങൾ കാണുന്ന ഒരു വിപണി എന്ന് പറയുന്നത് ഒളിഗോപ്പൊളിസ്റ്റിക് വിപണിയാണ്. അവിടെ 5-6 കമ്പനികളാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വിപണി കണ്ടെത്താനും വേണ്ടിയിട്ട് അവർ പരസ്യം ചെയ്തേക്കാം. അതും നമുക്ക് ഒരു കുറ്റകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇനിയും രണ്ട് വിഭാഗങ്ങളുണ്ട്, മാർക്കറ്റ് വിഭാഗങ്ങളുണ്ട്. അവിടെ പരസ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതിന് ഒന്നാമത്തത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് നമ്മളിപ്പോൾ ഒരു ചാല ബസാറിലോ അല്ലെങ്കിൽ ബ്രോഡ്വേയിലോ ഒക്കെ പോകുമ്പോൾ അവിടെ ഒരു 10,000-കണക്കിന് ഉൽപ്പന്നങ്ങൾ അവിടെ പല കടകളിലായിട്ട് വിൽക്കപ്പെടുന്നു. അതിനൊന്നും പരസ്യത്തിൻ്റെ ആവശ്യമില്ല. അതിനെ സാമ്യമായിട്ടുള്ള ഒരേ ഏകജാതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെന്ന് പറയാം, ഹോമോജീനസ് പ്രൊഡക്ട്സ്. അത്തരം പ്രൊഡക്ട്സിന് ഒരിക്കലും ഒരു പരസ്യത്തിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. അവരുടെ പരസ്യങ്ങളൊന്നും നമുക്ക് കാണാനും കഴിയില്ല. അതുപോലെ നമുക്ക് MSMEs അല്ലെങ്കിൽ SMEs എന്ന് പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഒരു പരസ്യം നമുക്ക് കാണാൻ സാധിക്കില്ല. അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു വിഭാഗത്തിൽ പെട്ടതുകൊണ്ടാണ്. ഇനിയും രണ്ടാമതൊരു വിഭാഗമുണ്ട്, മൊണോപ്പൊളി. അതായത് ഒരു കമ്പനിക്ക് മാത്രം ആധിപത്യമുള്ള ഒരു അവസ്ഥയാണ്, ഒരു വിപണിയിലെ ഒരു അവസ്ഥയാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഒരു മൊണോപ്പൊളി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താക്കളെ പ്രത്യേകിച്ച് കൂടുതൽ ആകർഷിക്കാനായിട്ട് ഒരു പരസ്യത്തിൻ്റെയോ ഒന്നും ആവശ്യം വരുന്നില്ല.
അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ പരസ്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ പരസ്യം പൊതുവെ ജനങ്ങൾ എതിർക്കുന്നുണ്ട്, അവർക്ക് ഇതൊരു ശല്യമാണ് എന്ന് പറയുമ്പോഴും ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു വിപണി വികസിപ്പിക്കാനും ഓരോ ബ്രാൻഡുകൾ ശക്തമാക്കാനും ഒക്കെ ഈ പരസ്യങ്ങളാണ് സഹായിക്കുന്നതെന്ന് നമ്മുടെ ധനശാസ്ത്രം പറയുന്നു. ഇനി ചില ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഉൽപ്പന്നങ്ങളിലും നമുക്ക് പരസ്യങ്ങൾ, സൂപ്പർ സ്റ്റാറുകളെ വെച്ചുള്ള പരസ്യങ്ങൾ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ TMT കമ്പികൾ, അതിലൊക്കെ മമ്മൂട്ടിയെ പോലെയും ജയറാം തുടങ്ങിയ ദുൽഖർ സൽമാൻ ഇങ്ങനെയുള്ളവരുടെ പിന്നെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് വെച്ച് പരസ്യങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ഇതിനെക്കുറിച്ചൊരു TMT കമ്പനി നടത്തുന്ന ഒരു ചെന്നൈ ആയിട്ട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ MD-യുമായിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരതിനുള്ള അതിനുള്ള കാരണം പറഞ്ഞത്, അവർക്ക് പുതിയ പുതിയ ടെറിട്ടറിയിലേക്ക് പോകാനായിട്ട്, പ്രവേശിക്കാനും അവിടെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പെട്ടെന്ന് സ്ഥാപിച്ചെടുക്കാനും ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ടാണെങ്കിൽ കൂടി ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ഇങ്ങനെ പരസ്യം ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് വളരെ പെട്ടെന്ന് ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരിത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ്, ഇങ്ങനെ ചെന്നൈയിലാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സമയം കൂടുതലെടുക്കും. മാത്രമല്ല ഈ തിരക്ക് പിടിച്ച ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് ഇത് കേൾക്കാൻ സമയവുമില്ല. അപ്പോൾ ഇത്തരം വലിയ വലിയ മമ്മൂട്ടിയെയും പിന്നെ ദുൽഖർ സൽമാനെയും ജയറാമിനെയൊക്കെ വെച്ചിട്ടുള്ള ഈ ഹോർഡിങ്സ് ഇവർ അവർക്ക് ആ ബ്രാൻഡുമായിട്ട് പരിചയമുണ്ടെങ്കിൽ ഈ പേര് പറയുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് ഡീല് സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പരസ്യത്തിൻ്റെ പിന്നിൽ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ പലപ്പോഴും ഉൽപ്പാദകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. ഈ പ്രക്രിയയിലൂടെ, ഈ പരസ്യം എന്നുള്ള ഈ പ്രക്രിയയിലൂടെ ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വിപണി വികസിക്കുകയും അതിലൂടെ ഇതിൻ്റെ ഒരുപക്ഷെ ചെലവ് കുറയുകയും, അതിൻ്റെ വിപണന ചെലവ് കുറയുകയും അങ്ങനെ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട ഒരു ഡീൽ ലഭിക്കുകയും ചെയ്യുന്നു. ഇനി എല്ലാ ധനശാസ്ത്രജ്ഞരും ഇതിനെ അനുകൂലിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. പ്രസിദ്ധ ധനശാസ്ത്രജ്ഞനായ JK ഗൽബ്രൈത്ത്, ജോൺ കെന്നത്ത് ഗൽബ്രൈത്ത് പോലും ഈ പരസ്യം ഒരു അനാവശ്യമാണെന്നും അത് ഒരു ഉൽപ്പാദനത്തിൻ്റെ ചെലവ് വർദ്ധിപ്പിക്കുന്നു എന്നും വിശ്വസിച്ചിരുന്നു. എങ്കിലും നമുക്ക് ഇപ്പോൾ ഏകദേശം ഇന്നത്തെ ഈ സെഷനിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പരസ്യം നമ്മുടെ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ എത്തിക്കാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നു, ബ്രാൻഡിങ്ങിന് സഹായിക്കുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഇനിയും പരസ്യങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അതിനെ വിമർശിക്കുന്നതിന് പകരം ഇത് എത്രത്തോളം നമ്മുടെ വിപണിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ശക്തി പകരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ലളിത ധനശാസ്ത്ര പാഠത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയും മറ്റൊരു വിഷയവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.